കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ വിജയാഹ്ലാദങ്ങൾ നടന്നുവരികയാണ്. യുഎയിലെ ഇൻഗാസ് നാഷണൽ കമ്മിറ്റി കേക്ക് മുറിച്ചും ജയ് വിളിച്ചും ആവേശത്തോടെ വിജയാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളുമായി ദുബായിലെ ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ടുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അത് പ്രവാസികളുടെ മനസ്സറിയുന്ന മുഖ്യമന്ത്രിയാകുമെന്നും നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായും അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പ്രവാസി ലോകത്തെ ആഹ്ലാദമാണ് നടക്കുന്നത്. വി ഡി സതീശനെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തതിൻ്റെ ആഹ്ലാദമാണ് ദുബായ് നടക്കുന്നത്. ഈ ഇൻഗാസിൻ്റെ UAE വർക്കിംഗ് പ്രസിഡന്റ് യേശുപടക്ക് നമ്മൾ ഒത്തുചേരുകയാണ്. ഇതൊരു കേരളത്തിൻ്റെ വിജയമാണ്. ഇത് സതീശൻ്റെ വിജയമാണെന്ന് മാത്രം പറയുന്നില്ല. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ എല്ലാവരുടെയും വിജയമാണ്. കേരളത്തിൻ്റെ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശത്തോടെ ആഗ്രഹമായിരുന്നു സതീശൻ വേണമെന്ന്. ആ ഒരു സതീശൻ്റെ വരവ് എല്ലാവരും വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. പുതിയൊരു കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നാളത്തെ ഭാവിക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ, അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മാനിഫെസ്റ്റോകൾ തിരിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരാൻ അത് ഏറ്റെടുക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാ ഈ കേരളത്തിൽ നിന്നുള്ള അപരാധ ജനങ്ങളെയും ഇൻഗാസ് അബുദാബിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ധീരതയോടെ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാവുമെന്നോട് പ്രഖ്യാപിക്കുന്നു. ബിജു കൃഷ്ണ നമ്മൾ ചേരുകയാണ്. ഈ ചരിത്ര നിമിഷത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? തീർച്ചയായിട്ടും കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗം പിറന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലെ കേരളത്തിലെ UDF 2031 ലക്ഷ്യമാക്കി മുന്നോട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായി സർക്കാരിനെതിരെ ജനം ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ഹൈക്കമാൻഡ് തയ്യാറായതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ വി ഡി സതീശൻ. 2026 മാത്രമല്ല 2031 ലക്ഷ്യമിട്ടുകൊണ്ട് പുതുയുഗത്തിലേക്ക് കേരളത്തിലെ നയിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് പ്രവാസികളുടെ വിജയമായി ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പ്രവാസികളുടെ വിജയമാണ്. ഞങ്ങളേവരും വലിയ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. വി ഡി സതീശൻ്റെ പുതിയ കേരളം എന്ന് പറയുന്ന ആശയം ഞങ്ങളേവരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. വടശ്ശേരി ദാമോദരൻ സതീശൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായും പ്രവാസ ലോകത്തെ ആവേശത്തിന് ഇനിയും അവസാനമില്ല. തീർച്ചയായും പറഞ്ഞ പോലെ തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. നേരത്തെ UDF വിജയം ആഘോഷിച്ചു. ആ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. ദുബായിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ടുമാർ, ജയ് ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.